എല്ലാവർക്കും ഷെജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ പുഡിങ്ങിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 1/2 ലിറ്റർ പാല്, 1 കപ്പ് കോൺഫ്ലോർ, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്. ഈ പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്. കോൺഫ്ലോറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഫ്ലെയിം കുറച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലിൻ്റെ മിക്സ് തിളച്ചിട്ടുണ്ട്. ഇതൊരു മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ബൗളിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി ഈ പാലും കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പുഡിങ്ങിൻ്റെ മിക്സ് ചൂടൊന്ന് പോയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് 1/2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയർ പുഡിങ് തയ്യാറാക്കാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ പാനിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മാങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതാണ്. ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പുഡിങ്ങിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ ഞാൻ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതില്ലെങ്കിൽ തേങ്ങ ഒന്ന് മിക്സിലിട്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പുഡിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പുഡിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക.